ഹായ് ഡിയേഴ്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പക്കറിയും ചെമ്മീൻ വറുത്തരച്ചതും ചെമ്മീൻ ഫ്രൈയുമാണ്. കപ്പക്കറിക്കായി ഫസ്റ്റ് നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അതിനുശേഷം ചെമ്മീനും ക്ലീൻ ചെയ്തെടുത്ത് വെക്കണം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. കപ്പക്കറിക്കായി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് തേങ്ങയും 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി. ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ചതച്ചതിന് ശേഷം മാറ്റി വെക്കാം. ആ ടൈമിനുള്ളിൽ നമുക്ക് ചെമ്മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു പാത്രത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ, കുറച്ച് ഉപ്പ് എല്ലാം ചേർത്തൊന്ന് വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്കിട്ട് മൊത്തത്തിലൊന്ന് മസാല പിടിപ്പിച്ചതിന് ശേഷം ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ഓപ്ഷണലാണ്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെമ്മീൻ കരിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ്. ഇത് നമുക്ക് ഫുള്ള് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചിരുന്നാൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ്ട്രാ കുറച്ച് പെപ്പർ കൂടി ഒരു സ്പൈസിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയ കപ്പ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റൗവിൽ വെക്കാം. കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കപ്പ തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് ചെമ്മീൻ വറുത്തരയ്ക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിൽ 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും, സാധാരണ പുളിയാണ് എടുത്തേക്കുന്നത്, അതും ഒരു 3 വറ്റൽമുളകും, അതോടൊപ്പം ഒരു 10 ചെറിയ ഉള്ളി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് വറുത്ത് ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയൊന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് തണുക്കാനായി ഒന്ന് മാറ്റി വെക്കാം. മസാല കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കാനായി ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നല്ലപോലെ ഫ്രൈ ആക്കി പോയാൽ ചെമ്മീൻ ഹാർഡായി പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കത് തിരിച്ചിടാം. ഇവിടെ നമ്മുടെ കപ്പ ഏകദേശം കുക്കായി കഴിഞ്ഞു. ഇനി നമുക്കത് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പിടാം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന കപ്പ ആയതുകൊണ്ടാണ് പെട്ടെന്ന് റെഡിയായി കിട്ടിയത്. ഇനി ഇത് നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ്, കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് അതിലേക്കിട്ട് വേണമെങ്കിൽ മാത്രം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇവിടെ നമ്മുടെ ചെമ്മീൻ വറുത്തരയ്ക്കാനുള്ള അരപ്പ് നല്ല പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും 2 പച്ചമുളകും ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് നല്ലപോലെ ഒന്നുകൂടി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഞാൻ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തു. കാരണം ഒരു വശം നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി അടച്ച് വെച്ചൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നല്ല പോലെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നല്ല പോലെ അടിയിൽ നിന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ വറുത്തരച്ചത് നല്ല പോലെ കുക്കായി കിട്ടി. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഞാൻ ഗ്രേവി കുറച്ചുകൂടി തിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടൈം കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ കുറച്ചുകൂടി കുക്ക് ചെയ്ത് ഗ്രേവി കുറച്ചുകൂടി തിക്കാക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല പോലെ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ചെമ്മീൻ. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം. സോ താങ്ക് യു.
It's so yummy and amazing. If you like it, subscribe it. If you don't like it, don't need to subscribe. Okay. So thank you. Thank you.